വെൽക്കം ടു ആഷൻ ലിറ്ററേച്ചർ 8ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ആദ്യത്തെ യൂണിറ്റായ ബോൺസ് ഓഫ് ലൈഫിലെ ഫസ്റ്റ് ചാപ്റ്റർ എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി. അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു അല്ലേ. അതിൽ ഓരോ വാക്കുകളും സെൻറ്റൻസിൻ്റെ അർത്ഥവും എല്ലാം പറഞ്ഞ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ ചാപ്റ്റർ തീർത്തതാണ്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സും ആക്ടിവിറ്റിയുമാണ് ബാക്കിയുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് അങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? വൈ ഡസ് ഗ്രാനി ഫൈനലി എഗ്രി ടു ട്രാവൽ ടു മസൂരി? എന്തുകൊണ്ടാണ് അവസാനം മസൂരിയിലേക്ക് പോകാൻ ഗ്രാനി സമ്മതിച്ചത്? ആദ്യം ഗ്രാനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു അല്ലേ. പിന്നെ എന്തുകൊണ്ടാണ് സമ്മതിച്ചത്? അതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ എന്താണ് ആൻസർ? ഗ്രാനി ഫൈനലി എഗ്രീസ് ടു ട്രാവൽ ടു മസൂരി ബിക്കോസ് മണി ഈസ് ഗോയിങ് വിത്ത് ഹർ. എന്തുകൊണ്ടാണ്? മണി കൂടെ വരുന്നത് കൊണ്ട്. ഷി ഫീൽസ് ദ ജേർണി വിൽ ബി ഈസിയർ ആൻഡ് മോർ എൻജോയബിൾ വിത്ത് ഹിം ബൈ ഹെർ സൈഡ്. മണി കൂടെ ഉണ്ടെങ്കിൽ പോകുന്ന യാത്രയല്ലേ കുറച്ചും കൂടി ഈസി ആയിരിക്കും, കൂടുതൽ എൻജോയബിൾ ആയിരിക്കുമെന്ന് ഗ്രാനിക്ക് തോന്നി. ഹിസ് കമ്പനി ഗീവ്സ് ഹെർ സ്ട്രെങ്ത് ടു മേക്ക് ദ ലോങ് വാക്ക് വിത്തൗട്ട് വെറി. മണി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ധൈര്യമുള്ളതുപോലെ. കാരണം എന്താ, മണീനെ ഒറ്റയ്ക്ക് അവിടെ ആക്കിയിട്ട് വരാൻ ഗ്രാനി റെഡിയല്ലേ. അപ്പോൾ കൂടെ ഉണ്ടെങ്കിൽ ഗ്രാനിക്ക് അതൊരു ധൈര്യമാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗ്രാനീസ് കറേജ് ആൻഡ് ഡിറ്റർമിനേഷൻ ആർ എവിഡൻറ്റ് ഇൻ ദ സ്റ്റോറി. ഗ്രാനിയുടെ ധൈര്യവും നിശ്ചയദാർഢ്യവും ഒക്കെ ഈ കഥയിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയും അല്ലേ. സബ്സ്റ്റാൻഷിയേറ്റ് ദിസ് സ്റ്റേറ്റ്മെന്റ് വിത്ത് ഇൻസ്റ്റൻസസ്. ഈ പറഞ്ഞ കാര്യം സത്യമാണ്, ശരിയാണ് എന്ന് ഉദാഹരണ സഹിതം നമ്മളോട് കാണിക്കാനാണ് പറയുന്നത്. ആൻസർ: ഗ്രാനി ഷോസ് കറേജ് ബൈ വാക്കിംഗ് ദ ലോങ് റഫ് പാത്ത് ടു മസൂരി. എങ്ങനെയാണ് ധൈര്യം കാണിച്ചത്? വളരെ നീണ്ട അല്ലെ പരുപരുത്ത വഴികളിലൂടെ മസൂരിയിലേക്ക് നടന്നു. ഷീ ക്ലൈംബ്സ് മൗണ്ടെയിൻസ്, ക്രോസസ് റോക്കി പ്ലേസസ് ആൻഡ് വാക്സ് ത്രൂ ഡാർക്ക് ഫോറസ്റ്റ്. ഗ്രാനി മലകളൊക്കെ കയറി പാറക്കൂട്ടങ്ങളിലൂടെയൊക്കെ നടന്നു. ഡാർക്ക് അല്ലെ ഇരുണ്ട കാടുകളിലൂടെ സഞ്ചരിച്ചു. ദോ ഓൾഡ് ആൻഡ് വീക്ക് ഐഡ് ഷീ ഡസ് നോട്ട് ഗിവ് അപ്പ് ഓർ കംപ്ലൈൻ. ഗ്രാനിക്ക് നല്ല പ്രായമുണ്ട്, കൂടാതെ കണ്ണും അല്ലെ വളരെ വീക്കാണ്, കാഴ്ചശക്തി വളരെ കുറവാണ്. എന്നിട്ട് പോലും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല, പരാതികളും പറഞ്ഞില്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാമേ. ഹൗ ഡസ് മണി സപ്പോർട്ട് ഗ്രാനി ഡ്യൂറിങ് ദെയർ ജേർണി? അവരുടെ യാത്രയിൽ എങ്ങനെയൊക്കെയാണ് മണി നമ്മുടെ ഗ്രാനിയെ സഹായിച്ചത്? വാട്ട് ഡസ് ദിസ് റിവീൽ അബൌട്ട് ഹിസ് ക്യാരക്ടർ? ഇത് മണിയുടെ എന്ത് സ്വഭാവമാണ് കാണിച്ചു തരുന്നത്? മണി വാക്സ് ബിസൈഡ് ഗ്രാനി ഹോൾഡിംഗ് ഹെർ ഹാൻഡ് ആൻഡ് ഹെൽപ്പിംഗ് ഓൺ ഡിഫിക്കൽട്ട് പാത്സ്. മണി ഗ്രാനിയുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു അല്ലേ, കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഗ്രാനിയുടെ കൈകൾ പിടിച്ചുകൊണ്ടും കഷ്ടം നിറഞ്ഞ വഴികളിലൂടെ ഹെൽപ്പ് ചെയ്തുകൊണ്ടും. ഹി ടോക്സ് ടു ഹെർ കൈൻഡ്ലി ആൻഡ് കീപ്സ് ഹെർ ചിയർഫുൾ ഡ്യൂറിങ് ദ ജേർണി. വളരെ സ്നേഹത്തോടെയാണ് അല്ലേ സംസാരിച്ചു കൊണ്ടിരുന്നത്. കരുണയോടെ എപ്പോഴും ഗ്രാനിയെ ഹാപ്പിയായി വെക്കാൻ ശ്രമിച്ചിരുന്നു അല്ലേ. ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, ഗ്രാനി ടയേർഡ് ആകുമ്പോൾ പറയണേ, നമുക്കപ്പോൾ റെസ്റ്റ് എടുക്കാം എന്നല്ലേ ഇടയ്ക്കിടയ്ക്ക്, ഓക്കെ അല്ലേ എന്ന രീതിയിൽ. ദിസ് ഷോസ് മണി ഈസ് കെയറിങ്, റെസ്പോൺസിബിൾ ആൻഡ് ലവിങ് ടുവേർഡ്സ് ഹിസ് ഗ്രാനി. ഇത് മണിയുടെ എന്ത് സ്വഭാവമാണ് കാണിക്കുന്നത്? കെയറിങ് ആണ്, ഉത്തരവാദിത്വം അല്ലേ, റെസ്പോൺസിബിൾ ആണ്, സ്നേഹമുള്ളവനാണ്, ലവിങ് ആണ്, പ്രത്യേകിച്ച് ആരോട്? ഗ്രാനിയോട്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. എ ഷോൾഡർ ടു റെസ്റ്റ് ഓൺ ഈസ് എ ബ്ലെസ്സിങ് ഇൻഡീഡ്. നമുക്ക് തല ചായ്ക്കാൻ ഒരു തോളുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. ഡോണ്ട് യു അഗ്രി? നിങ്ങളത് സമ്മതിക്കുന്നില്ലേ? ഹൗ ഡസ് ദ സ്റ്റോറി ഹൈലൈറ്റ് ദ ബോണ്ട് ബിറ്റ്വീൻ ജനറേഷൻസ്? എങ്ങനെയാണ് ഈ ഒരു കഥ രണ്ട് തലമുറകൾ തമ്മിലുള്ള ബോണ്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്, എടുത്തു കാണിക്കുന്നത്? ഇവിടെ സത്യം പറഞ്ഞാൽ മണിയും ഗ്രാനിയും രണ്ടുപേരും വ്യത്യസ്തമായ ജനറേഷനിൽ പെട്ടാണ് അല്ലേ. തൊട്ടടുത്ത ജനറേഷൻ പോലും അല്ല. ഗ്രാനിയുടെ മകനല്ല മണി അല്ലേ, ഗ്രാനിയുടെ മകളുടെ മകനാണ്. അപ്പോൾ രണ്ട് തലമുറയ്ക്ക് അപ്പുറമുള്ള ആളുകളാണ്. പക്ഷെ അവർ തമ്മിലുള്ള ബോണ്ടോ എങ്ങനെയാണ്? അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാം. യെസ്, ഐ എഗ്രി. തീർച്ചയായും നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റിനോട് യോജിക്കുന്നു. ഗ്രാനി ആൻഡ് മണി ഷെയർ എ സ്ട്രോങ് ബോണ്ട് ഓഫ് ലവ് ആൻഡ് കെയർ അല്ലേ. അവർ തമ്മിൽ നല്ലൊരു സ്നേഹത്തിൻ്റെയും കെയറിൻ്റെയും ഒക്കെ നല്ലൊരു ബോണ്ടുണ്ട്. മണി ഹെൽപ്സ് ഗ്രാനി ഓൺ ദ വാക്ക് ആൻഡ് ഗ്രാനി ഫീൽസ് ഹാപ്പി വിത്ത് ഹിസ് കമ്പനി. മണി ഗ്രാനിയെ യാത്രയിൽ ഒത്തിരി സഹായിച്ചു, കൂടാതെ ഗ്രാനിക്കോ മണി ഒപ്പമുള്ളതിൽ വളരെ വളരെ സന്തോഷമാണ്. ദിസ് ഷോസ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റെസ്പെക്ട് ബിറ്റ്വീൻ ദ ഓൾഡ് ആൻഡ് യങ്. ഇത് പ്രായമായവരും ചെറിയ ആളുകളും തമ്മിലുള്ള അല്ലേ ആ ബോണ്ട് വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഇന്ന് മനസ്സിലാവും, നമ്മളും നമ്മുടെ ഗ്രാൻഡ് പാരൻസിനോട് വളരെ സ്നേഹത്തോടെ വേണം പെരുമാറാൻ. അവരുമായി വളരെ നല്ലൊരു ബോണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്നല്ലേ.